തിരുവചനം തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മെ പ്രകാരം വായിക്കുന്നുണ്ട്. അത്തിവൃക്ഷം പൂക്കുന്നില്ല എങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ല എങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ല എങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. സ്നേഹമുള്ളവരെ, പ്രവാചകന് ദൈവം നൽകുന്ന അരുളപ്പാടിൻ്റെ പ്രവചനത്തിൻ്റെ സമാപന വാക്യങ്ങളാണ് നാം കേട്ടത്. മാനുഷികവും ഭൗതികവുമായ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രത്യക്ഷത്തിൽ തകർച്ചകളും നഷ്ടങ്ങളും ശൂന്യതകളും മാത്രം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാവുന്ന ഒരു ജീവിത അവസ്ഥയെ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, എങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഏതെല്ലാം തകർച്ചകൾ, ഏതെല്ലാം സഹനങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ശൂന്യതകളും ഇല്ലായ്മകളും വേദനകളും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, ആ സഹനങ്ങളെയും ആ വേദനകളെയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്, ആ വേദനകളാലും സഹനങ്ങളാലും ചുറ്റപ്പെടുന്ന ജീവിത അവസ്ഥയുടെ നടുക്ക് നിന്നുകൊണ്ട് താൻ കർത്താവിൽ ആനന്ദിക്കും, താൻ ദൈവത്തിൽ സന്തോഷിക്കും എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പ്രവാചകൻ്റെ വിശ്വാസമാണ് നാം ഈ വാക്യങ്ങളിൽ കാണുന്നത്. അതിന് ഒരു പശ്ചാത്തലമുണ്ട്. 16-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഞാൻ കേട്ടു, എൻ്റെ ശരീരം വിറയ്ക്കുന്നു, മുഴക്കം കേട്ട് എൻ്റെ അധരങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു, എൻ്റെ അസ്ഥികൾ ഉരുകി, എൻ്റെ കാലുകൾ പതറി. ഞങ്ങളെ ആക്രമിക്കുവാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശബ്ദനായി കാത്തിരിക്കും. ഞങ്ങളെ ആക്രമിക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടി, തന്നെ തകർച്ചകളുടെ പടുകുഴിയിലേക്ക് വലിച്ചഴയ്ക്കുവാൻ വേണ്ടി കെണിയൊരുക്കുന്ന, തന്നെ ശൂന്യതയുടെ നടുവിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടി പരക്കം പായുന്ന തിന്മയുടെ ശത്രുക്കളുടെ പരാജയത്തിന് താൻ കാത്തിരിക്കും. വെറുതെ കാത്തിരിക്കുകയല്ല, നിശബ്ദനായി ക്ഷമയോടെ കാത്തിരിക്കുമെന്ന് പ്രവാചകൻ പറയുകയാണ്. സ്നേഹമുള്ളവരെ, തിരുസഭയുടെ ചരിത്രം, മിശിഹായുടെ ഭൗതിക ശരീരവും മിശിഹായുടെ മണവാട്ടിയുമായ സഭ, മിശിഹ സ്വർഗാരോഹണം ചെയ്തതിൻ്റെ 10-ാം നാൾ പെന്തക്കുസ്തായിൽ ഈ ഭൂമിയിൽ പിറവിയെടുത്ത അന്ന് മുതൽ ഈശോയുടെ തന്നെ ഉപമകളിലെ സാദൃശ്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ, കേവലം ഒരു കടുകുമണി പോലെ പലസ്തീനായുടെ മലമ്പ്രദേശത്ത് പിറവിയെടുത്ത ആ 12 അപ്പസ്തോലന്മാരും ഈശോയുടെ മറ്റ് ശിഷ്യന്മാരും ചേർന്ന് തുടങ്ങിയ ആ സഭയെന്ന് പറയുന്ന ഭൗതികമായ മാനുഷികമായ ഒരു യാഥാർത്ഥ്യം. എന്നാൽ അത് കേവലം ഭൗമികവും മാനുഷികവുമായ ഒരു യാഥാർത്ഥ്യം അല്ല എന്ന് കഴിഞ്ഞ 2000 വർഷത്തെ സഭയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, സഭയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സഭയുടെ ജീവിതം മുഴുവൻ ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. സഭയുടെ ചരിത്രമെന്ന് പറയുന്നത് വലിയ തിക്തതകളിലൂടെയും സഹനങ്ങളിലൂടെയും പ്രതിലോമ സാഹചര്യങ്ങളുടെ ആക്രമണങ്ങളോടുള്ള പ്രതിരോധത്തിൻ്റെയും ഒക്കെ ചരിത്രമാണ്.
ഒരുപാട് വിപരീത അനുഭവങ്ങളിലൂടെ, അതും കേവലം ബാഹ്യശക്തികളുടെ ആക്രമണമല്ല, സഭയെ തച്ചുടയ്ക്കുവാനും നശിപ്പിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും രാഷ്ട്രീയമായും സായുധമായും പരിശ്രമിച്ച ഒരുപാട് പ്രമാണിമാരുടെയും രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും അധികാര സംവിധാനങ്ങളുടെയും ഒക്കെ ബാഹ്യമായ ആക്രമണം മാത്രമായിരുന്നില്ല സഭയുടെ ചരിത്രത്തിൽ സഭയ്ക്ക് നേരിടേണ്ടി വന്നത്. സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ ആദിമ നൂറ്റാണ്ട് മുതലേ നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ സൂചനകൾ. സഭയുടെ ചരിത്രമെന്ന് പറയുന്നത് സഭയുടെ ശത്രുക്കൾ സഭയുടെ ഉള്ളിൽ നിന്ന് സഭയെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ചരിത്രം കൂടിയാണ്. സഭയുടെ പുറത്തു നിന്ന് സഭയെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ച രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ഒക്കെ മുമ്പിൽ രക്തസാക്ഷിത്വത്തിൻ്റെ വിരിമാറ് കാണിച്ച വീരപുത്രന്മാരും വീരപുത്രിമാരും സഭയുടെ ചരിത്രത്തിൽ സഭാ തരുവിന് വളക്കൂറ് നൽകിയ ജീവിതങ്ങളായിരുന്നുവെങ്കിൽ സഭയെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ദുർബലമാക്കിയത് സഭയുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായതായ പുഴുക്കുത്തുകളാണ്. അത് ആദിമ നൂറ്റാണ്ട് മുതലേ നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ അത് പറയുന്നുണ്ട്. മിശിഹ മനുഷ്യ ശരീരം സ്വീകരിച്ചില്ല എന്ന് പറയുന്നവരാണ് അന്തിക്രിസ്തുവിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ശ്ലീഹായുടെ കാലഘട്ടത്തിൽ തന്നെ, ആദിമ നൂറ്റാണ്ടിൽ തന്നെ സഭയ്ക്കകത്ത് നിന്ന് ചില വ്യക്തികൾ അബദ്ധ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈശോ മനുഷ്യനല്ലായിരുന്നു, ദൈവം മാത്രമായിരുന്നു എന്ന് പറഞ്ഞവരും, ഈശോ ദൈവമല്ലായിരുന്നു, മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞിരുന്നവരും, ഈശോയുടെ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും രണ്ടാണ് എന്നും അങ്ങനെയുള്ളതായ ഒരുപാട് അബദ്ധ പ്രബോധനങ്ങൾ സഭയ്ക്കകത്ത് നിന്ന് സഭയെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ ഉത്ഭവിക്കുകയും സഭയ്ക്കുള്ളിൽ അത് ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്തു. ഈശോ വേദനയോടെ തൻ്റെ പീഡാസഹനത്തിന് തൊട്ടു മുമ്പ് അപ്പസ്തോലന്മാരെ ചേർത്ത് നിർത്തി ഒരു പിടക്കോഴി കുഞ്ഞുങ്ങളെ എന്ന പോലെ തൻ്റെ ചിറകൻ തണലിൽ തൻ്റെ അപ്പസ്തോലന്മാരെ ചേർത്ത് നിർത്തി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന്. ഈശോയുടെ ഹൃദയത്തിൻ്റെ വേദനയോടെയുള്ള പ്രാർത്ഥനയായിരുന്നു ഉൻഡ് ഊനും സിൻഡ് എന്നുള്ളത്. കർത്താവെ, അവർ ഒന്നായിരിക്കേണ്ടതിന്. എന്നാൽ ഈശോയുടെ ഹൃദയം തന്നെയായ, ഈശോയുടെ മൗലിക ശരീരം തന്നെയായ, ഈശോയുടെ ഈ ഭൂമിയിലെ ഈശോയുടെ തുടർച്ചയായ അസ്തിത്വം തന്നെയായ സഭയിൽ മുറിവുണ്ടാക്കുന്നതായ പ്രവണതകൾ. സ്നേഹമുള്ളവരെ, ഇത്തരത്തിൽ ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന, സ്വർഗീയ ജെറൂസലേമിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സഭയെന്ന ആ നൗകയെ തകർക്കുവാൻ ഈശോ ആയിരിക്കുന്നതായ, ഈശോ ശിരസായി വസിക്കുന്നതായ ഈ സഭാ നൗകയെ തകർക്കുന്നതിനായി പലതരത്തിലുള്ള ശത്രുക്കൾ പലതരത്തിൽ പരിശ്രമിക്കുന്നതിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ 2000 വർഷത്തെ തിരുസഭയുടെ ചരിത്രമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ, ഒരുപക്ഷെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ സഭയാകെ തകർന്നു കിടക്കുന്നു എന്ന് പ്രലപിക്കുന്നവർ, നമ്മുടെ കേരള സംസ്കാരത്തിൽ സഭയുടെ സഭാത്മകമായ മൂല്യങ്ങളിൽ ശോഷണം സംഭവിക്കുന്നു എന്ന് വിലപിക്കുന്നവർ ചരിത്രമറിയാത്തവരാണ്. കാരണം ഇതിനേക്കാളും ശോഷിച്ചതായ കാലഘട്ടം സഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇതിനേക്കാളും വളരെ പരിതാപകരമായ സഹനാനുഭവങ്ങളിലൂടെ, ശുഷ്കതകളിലൂടെ, തകർച്ചകളിലൂടെ കടന്നുപോയിട്ടുള്ളതായ സാഹചര്യങ്ങൾ സഭയുടെ ചരിത്രത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക്റ്റ് 16 പാപ്പയോട് പീറ്റർ സീവാൾഡ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ പത്രലേഖകൻ നടത്തിയ ഒരു അഭിമുഖം, അഥവാ ഏതാനും അഭിമുഖങ്ങൾ ഏതാനും പുസ്തകങ്ങളായി വന്നിട്ടുണ്ട്.
അതിൽ ഒരു പുസ്തകമാണ് ലോകത്തിൻ്റെ പ്രകാശം എന്നത്, മറ്റൊരു പുസ്തകമാണ് ഭൂമിയുടെ ഉപ്പ് എന്നത്. ഈ ലോകത്തിൻ്റെ പ്രകാശം എന്ന പുസ്തകത്തിൽ പീറ്റർ സീവാൾഡ് എന്ന് പറയുന്ന ജർമ്മൻ പത്രലേഖകൻ ബെനഡിക്റ്റ് 16 പാപ്പയോട് അല്ലെങ്കിൽ കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗറിനോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിപരീത സാഹചര്യങ്ങളിലൂടെ, പ്രതികൂല അനുഭവങ്ങളിലൂടെ, പ്രതിലോമ ശക്തികളുള്ള പോരാട്ടത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒക്കെ ചരിത്രമാണ്. അങ്ങനെയെങ്കിൽ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ കാലഘട്ടം, ഏറ്റവും ദുഷ്കരമായ പ്രതിസന്ധി ഏതായിരുന്നു? സഭയുടെ ചരിത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞു, അത് 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ നിഖിയ സോനഗദോസിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, ആര്യൻ പാഷണ്ഡതയുടെ കാലഘട്ടത്തിലായിരുന്നു അത് എന്ന് പറഞ്ഞാൽ, ആര്യൻ പാഷണ്ഡതയുടെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ അന്ന് സഭയ്ക്കകത്ത് നിന്ന് സഭയെ ദുർബലമാക്കിക്കൊണ്ട് ആര്യൻ പാഷണ്ഡത ഉത്ഭവിച്ചപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ക്രൈസ്തവ വിശ്വാസത്തെ പ്രഖ്യാപിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ ആര്യൻ പക്ഷത്ത് ചേർന്ന് സത്യവിശ്വാസത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വൈദികരെയും മെത്രാന്മാരെയും പീഡിപ്പിക്കുന്നതായ ഒരു കാലഘട്ടം പോലും ഉണ്ടായി. അലക്സാൻഡ്രിയൻ സഭയുടെ, അലക്സാൻഡ്രിയൻ പാത്രിയാർക്കേറ്റിൻ്റെ പാത്രിയാർക്കീസായിരുന്ന അത്നാസിയൂസ് 50-ലേറെ വർഷക്കാലം തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാതെ പ്രവാസിയെപ്പോലെ അലഞ്ഞു തിരിയേണ്ടി വന്ന കാലഘട്ടമുണ്ടായിരുന്നു അന്ന്. സ്നേഹമുള്ളവരെ, മരുഭൂമിയുടെ ഏകാന്തതയിൽ ഒരുപാട് വർഷങ്ങൾ ഏകാന്തതയുടെ, പ്രാശ്ചിത്വത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ ജീവിതം നയിച്ചിരുന്ന മഹാനായ മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസ് അലക്സാൻഡ്രിയയിൽ വന്ന് സത്യവിശ്വാസം പ്രഘോഷിക്കുകയും അങ്ങനെ ആര്യൻ പാഷണ്ഡത തിരോഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരുസഭ കടന്നുപോയ, തിരുസഭ അതും അതിൻ്റെ പിറവിയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ കടന്നു പോകേണ്ടി വന്ന ആ വലിയ പ്രതികൂല സാഹചര്യത്തിൽ സഭയ്ക്ക് അത്താണിയായി മാറിയത്, സഭയുടെ സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് നാം മനസ്സിലാക്കണം, പണ്ഡിതരല്ലായിരുന്നു. പിന്നെയോ അക്ഷരാഭ്യാസം പോലും സിദ്ധിച്ചിട്ടില്ല എന്ന ചരിത്രകാരന്മാർ എഴുതി വച്ചിരുന്ന, മരുഭൂമിയുടെ ഏകാന്തതയിൽ പ്രാശ്ചിത്യ പ്രവൃത്തിയും പ്രാർത്ഥനയും ഉപവാസവും തപോനിഷ്ഠമായ ജീവിതശൈലിയുമായി ജീവിച്ചിരുന്ന മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസിനെ പോലുള്ള സഭാപിതാക്കന്മാർ, താപസപിതാക്കന്മാർ, ആ താപസപിതാക്കന്മാരുടെ നിശ്ചയദാർഢ്യവും വിശ്വാസധീരതയും പ്രാർത്ഥനയും തപോബലവുമായിരുന്നു സത്യവിശ്വാസത്തിൻ്റെയും സത്യസഭയുടെയും സംരക്ഷണമായി മാറിയത് എങ്കിൽ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ സഭ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവന് നാം വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിലോമ ശക്തികളും സഭയെ തച്ചുടയ്ക്കുമെന്ന ഭയം തോന്നുന്ന തരത്തിൽ വിശ്വാസികൾ ചഞ്ചലിക്കുകയും ദുർബലമാക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ മരുഭൂമിയിലെ തപോധനന്മാരായ പിതാക്കന്മാരിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കുവാനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഈശോ പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. കേവലം 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 251 ആണ്ടിൽ ഈജിപ്തിലെ ഒരു ഗ്രാമത്തിൽ പിറന്ന അന്തോണി എന്ന് പറയുന്ന കർഷക കുടുംബത്തിൽ ജനിച്ച ആ ചെറുപ്പക്കാരൻ ദേവാലയത്തിൽ സുവിശേഷം വായിച്ചു കേട്ടപ്പോൾ, അതും ഈ വചനം വായിച്ചു കേട്ടപ്പോൾ, ഈ സുവിശേഷ വചനം ഈ കാലഘട്ടത്തിൽ തന്നോട് പ്രത്യേകമായി എന്തോ സംസാരിക്കുന്നവനെ തിരിച്ചറിഞ്ഞപ്പോൾ തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയാണ്. ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി
എനിക്ക് പരിപൂർണനാകണം, അങ്ങനെ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറണം. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 44, 45, 46 വാക്യങ്ങളിൽ ഈശോ ഈ 3 വാക്യങ്ങളിലൂടെ 2 ദൈവരാജ്യ ഉപമകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. തനിക്കുള്ളതെല്ലാം വിറ്റ് ദൈവരാജ്യമാകുന്ന നിധിയുറങ്ങുന്ന വയൽ വാങ്ങുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഈശോ തൻ്റെ ഉപമയിൽ പറഞ്ഞു വെക്കുകയാണ്. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്നേഹമുള്ളവരെ, വിലമതിക്കാനാവാത്ത നിധിയായി, വിലമതിക്കാനാവാത്ത രത്നമായി ദൈവരാജ്യത്തെ ഈശോ തന്നെ ഉപമിക്കുന്ന മനോഹരമായ ഉപമകൾ. തനിക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്ത് വാങ്ങിയാൽ പോലും അധികമാകാത്ത, നഷ്ടമാകാത്ത ഒരു നേട്ടമാണ് ദൈവരാജ്യമെന്ന് ഈശോ തൻ്റെ ഉപമകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ദൈവിക ജ്ഞാനം ആന്തരികതയിൽ സ്വന്തമാക്കിയ അന്തോണി എന്ന ചെറുപ്പക്കാരൻ ദൈവരാജ്യത്തെ സ്വന്തമാക്കുവാൻ തന്നെ പര്യാപ്തമാക്കുന്ന പൂർണ്ണതയിലേക്ക് പ്രയാണം ചെയ്യുവാൻ തൻ്റെ ഭൗമിക ജീവിതത്തിൽ തനിൻ്റെ കാൽച്ചുവട്ടിൽ ഉടക്കിക്കിടന്നേക്കാവുന്ന എല്ലാ ഭാരപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് വെറും ഒരു പുല്ലുപോലെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൊണ്ട് അവൻ മിശിഹായെ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അവനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: എനിക്ക് ദൈവരാജ്യത്തിൻ്റെ സ്വന്തമായി മാറണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മുടെ ക്രൈസ്തവ ജീവിതമാകുന്ന യാത്ര ആരംഭിച്ചത് എവിടെയാണ് എന്ന് ഓർമ്മിക്കുന്നത് ഇവിടെ ഉചിതമാണ്. നാം ഓരോരുത്തരും നമ്മുടെ ക്രൈസ്തവ അസ്തിത്വം ആരംഭിക്കുന്നത് മാമോദീസയില. മാമോദീസ എന്ന കൂദാശയില നമ്മുടെ ക്രൈസ്തവ ജീവിതം പിറവിയെടുക്കുന്നത്. ഈ മാമോദീസ നാം ഓരോരുത്തരും സ്വീകരിച്ചതായ മാമോദീസ എന്ന് പറയുന്ന മിശിഹായുടെ മാമോദീസയിലുള്ള പങ്കുപറ്റൽ. നമുക്കറിയാം ഈശോയുടെ മാമോദീസയുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നുവെന്ന് ലൂക്കാസ് വിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ സുവിശേഷകൻ മനോഹരമായി നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ട്. ജോർദാൻ നദിയിൽ സ്നാപകന്റെ മുമ്പിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന, മാമോദീസ സ്വീകരിക്കുന്ന ഈശോയുടെ അനുഭവം ലൂക്കാസ് വിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈശോ അനുതാപത്തിൻ്റെ മാമോദീസ പ്രസംഗിച്ചുകൊണ്ട്, അനുതാപത്തിൻ്റെ മാമോദീസ നൽകിക്കൊണ്ട് കടന്നു വന്ന സ്നാപകന്റെ മുമ്പിൽ ഈശോയും കടന്നു ചെല്ലുകയാണ്. വാസ്തവത്തിൽ അനുതാപം ആവശ്യമില്ലാത്ത, അതിനാൽ തന്നെ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം ആവശ്യമില്ലാത്ത ഈശോ എന്തിന് പാപമംഗിലമായ മനുഷ്യരുടെ ഇടയിൽ അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുവാൻ സ്നാപകന്റെ പ്രഘോഷണം കേട്ട് ഹൃദയം നുറുങ്ങി സ്നാപകന്റെ മുമ്പിൽ അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ പോയി നിന്നു? അതേ പാപമംഗിലമായ മനുഷ്യവംശത്തോട് സ്വയം താതാത്മ്യപ്പെടുന്ന മിശിഹ, ആ മിശിഹ സ്വീകരിച്ച മാമോദീസ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഓരോ വ്യക്തിയുടെയും മാമോദീസയുടെ മുന്നാസ്വാദനമായിരുന്നു. ഈ മാമോദീസയിൽ പങ്കുപറ്റുന്ന
ഓരോ ക്രിസ്ത്യാനിയും ഈശോയ്ക്ക് അന്ന് ലഭിച്ച അതേ അനുഭവങ്ങളിലൂടെയാ കടന്നു പോകുന്നത് എന്ന പൗരസ്ത്യ സുറിയാനി സഭയിലെ വലിയ വേദപാരംഗതനും സഭാപിതാവുമായ വിശുദ്ധ എഫ്രേം നമ്മെ പഠിപ്പിക്കുന്നത്. അന്ന് ഈശോയുടെ മാമോദീസായിൽ സ്വർഗം തുറക്കപ്പെടുന്നത് പോലെ ക്രിസ്ത്യാനി, നീ മാമോദീസ സ്വീകരിച്ചപ്പോൾ നിന്റെ മുമ്പിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. അതേ, സ്വർഗത്തിൻ്റെ അവകാശിയായി നീ മാറി. സ്വർഗത്തിൻ്റെ സ്വീകാര്യതയുള്ള വ്യക്തിയായി നിന്നെ മാറ്റിയ അനുഭവമായിരുന്നു. അഥവാ സ്വർഗോന്മുഖമായ ജീവനം നയിക്കുവാനുള്ള കൃപയും വിളിയുമായിരുന്നു മാമോദീസ എന്ന കൂദാശയിലൂടെ നീ സ്വന്തമാക്കിയത്. സ്വർഗോന്മുഖമായ ജീവനം നയിക്കാനുള്ള വിളി. സ്നേഹമുള്ളവരെ, സ്വർഗത്തെ ജീവിതത്തിന് നിധിയായി കണ്ടെത്തുവാനുള്ള വിളി, സ്വർഗത്തെ ഏറ്റവും വിലമതിക്കാനാവാത്ത രത്നമായി തിരിച്ചറിയാനുള്ള വിളി, അതാ ക്രിസ്ത്യാനി മാമോദീസയിലൂടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാ. എന്നിട്ട് വചനം പറയുകയാ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതേ, സ്വർഗത്തിൻ്റെ സ്വരമ. സ്വർഗം നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. നീ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറി എന്ന് മാത്രമല്ല, നീ സ്വർഗത്തിൻ്റെ അവകാശമായും കൂടി മാറുകയാണ്. നീ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറുക മാത്രമല്ല, നീ സ്വർഗത്തിൻ്റെ അവകാശമായി മാറുകയാണ്. നിന്റെ മേൽ മറ്റാർക്കും ഇനി അവകാശമില്ല. നിന്റെ മേൽ ഇനി ആർക്കും അധീശത്വമില്ല. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും തിന്മയുടെയും പിശാചിൻ്റെയും അധികാരവും അധീശത്വവും നിന്നിൽ നിന്ന് ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. നീ സ്വർഗത്തിന് മുദ്ര പതിഞ്ഞവന. അതേ വചനം പൗലോസ്ലീഹ പറയുന്നില്ലേ, രക്ഷയുടെ ദിനത്തിലേക്ക് നിന്നെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവ് എന്ന്. രക്ഷയിലേക്ക് നിന്നെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൻ്റെ അവകാശമാണ് നീ എന്ന മുദ്ര നിന്റെ മേൽ ചാർത്തിയ പരിശുദ്ധാത്മാവ്. അതേ സ്നേഹമുള്ളവരെ, സ്വർഗോന്മുഖമായ ജീവിതം നയിക്കുവാൻ, സ്വർഗത്തിൻ്റെ അവകാശമായ ജീവിതം നയിക്കുവാൻ, സ്വർഗത്തിൻ്റെ അവകാശിയായ ജീവിതം നയിക്കുവാൻ, ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങളും ഈ ലോകത്തിൻ്റെതായ നന്മകളും ഈ ലോകത്തിൻ്റെതായ ഭൗതിക താല്പര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുവാൻ, ഇവിടെയാ സഭ തൻ്റെ ചരിത്രത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ ഓരോ ക്രിസ്ത്യാനിയും പങ്കുപറ്റുന്ന അനുഭവങ്ങളും അവസരങ്ങളുമായി മാറുന്നത്. ജീവിതം കൊണ്ട് സഭയോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും മാമോദീസ എന്ന കൂദാശയിലൂടെ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഒരു അവയവമായി മാറിക്കൊണ്ട് സഭയുടെ ഭാഗധേയമായി മാറിയിരിക്കുന്ന ഓരോ വ്യക്തിയും സഭയുടെ സനാതനമായ നൈരന്തര്യമായ ചരിത്രത്തിലുടനീളം സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിൽ തൻ്റേതായ രീതിയിൽ പങ്കുപറ്റുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാ. അതുകൊണ്ടാ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. നിങ്ങളെ പ്രതിയുള്ള സഹനങ്ങളിൽ 1-ാം അധ്യായം, കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിച്ചുകൊണ്ടിരിക്കുന്ന പീഡകളിൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് പങ്കുപറ്റുന്നു. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പണമെന്ന് പറയുന്നത് സഭയുടെ സമർപ്പണമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സഹനമെന്ന് പറയുന്നത് സഭയുടെ സഹനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പോരാട്ടമെന്ന് പറയുന്നത് സഭയുടെ പോരാട്ടമാണ്. തിന്മയോട്, പൈശാചിക ശക്തികളോട് നാം വ്യക്തിപരമായി പോരാടുമ്പോൾ അത് സഭയുടെ സംഘാതമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അങ്ങനെ സഭയോട് ചേർന്ന് സഭയുടെ ഭൗതിക ശരീരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് കൗദാശിക ജീവിതത്തിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, പ്രാശ്ചിത്ത ജീവിതത്തിലൂടെ ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കുചേരാം. അതിനു വേണ്ട കൃപ, ദൈവരാജ്യത്തിൻ്റെ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ.